സർ, രാജ്യത്ത് ചാരപ്രവൃത്തി വ്യാപകമാവുകയാണ്. 11 പേരെയാണ് കഴിഞ്ഞ ദിവസം മാത്രം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലും അറസ്റ്റ് നടക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം രാജ്യത്തിനകത്തു നിന്ന് തന്നെ ജീവിച്ച് രാജ്യത്തെ പൗരന്മാരായി തന്നെ നിലനിന്നുകൊണ്ട് ഇത്തരത്തിൽ ചാരപ്രവർത്തികൾ ചെയ്യുന്നത്? ഇതിന് തടയിടാൻ അതിശക്തമായ ഒരു നിയമം കൊണ്ടുവരേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഈ രാജ്യദ്രോഹ കുറ്റത്തിന് വളരെ ശക്തമായിട്ടുള്ള ശിക്ഷ തന്നെ പബ്ലിക്കായിട്ട് കാണിച്ചുകൊണ്ട് കൊടുക്കണം. സത്യത്തിൽ ഇന്ത്യയിൽ ജനാധിപത്യ രാജ്യമായ കാരണമാണെന്ന് തോന്നുന്നു അത്തരത്തിലുള്ള ശിക്ഷയൊന്നും നമ്മൾ കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല എന്നതാണ് സത്യം. ഈ രാജ്യദ്രോഹ കുറ്റം തെളിഞ്ഞിട്ട് പോലും ആ വ്യക്തികളെ ജയിലിൽ പാർപ്പിച്ച ബിരിയാണി ചാപ്പാടൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തുകയാണ് ഇന്ത്യയിൽ ചെയ്യുന്നത്. സത്യത്തിൽ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഈ രാജ്യദ്രോഹ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അയാളെ പിന്നെ കാണില്ല. അത് ഈവൻ അമേരിക്കയിൽ പോലും അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇന്ത്യയിൽ എന്തുകൊണ്ടോ എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഒരു 40-40 കൊല്ലം മുന്നേ പിടിച്ച് ജയിലിലിട്ടതാണ് നമ്മുടെ അബ്ദുൾ നാസർ മദനി. അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തതെന്ന് നമുക്കറിയില്ല. പക്ഷെ രാജ്യദ്രോഹമാണെന്ന് പറയുന്നുണ്ട്. ആണെങ്കിൽ പോലും ഇത്ര കാലമായി അദ്ദേഹത്തിന്റെ ചെലവ് മുഴുവൻ നമ്മുടെ ഖജനാവിൽ നിന്ന് ചെലവാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ചികിത്സ എല്ലാം ചെയ്ത് വളരെ വീട്ടുകാരായിട്ട് കാണണമെങ്കിൽ മാത്രം ഒരു ബുദ്ധിമുട്ടുന്നേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ആ പേരെ കഴിഞ്ഞ കൊല്ലം ഒരു 183 മലയാളികളെ പിടിച്ചോണ്ടില്ലേ പെട്ടെന്ന് ഫ്ലൈറ്റ് വന്നിട്ട് എന്താണ് പോപ്പുലർ ഫ്രണ്ട് ക്യാൻസൽ ചെയ്ത സമയത്ത്. അപ്പോ നിരീക്ഷണവും ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ശിക്ഷയാണ് ഇവിടെ കാര്യമായിട്ട് ഇല്ല എന്നുള്ളത് വളരെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. ഇത്തരത്തിലുള്ള കുറ്റം അതിന് ഈ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചെങ്കിൽ ഇവിടെ ഏത് കള്ളനായാലും വേണ്ടില്ല അവനും ഒരു വക്കീലിനെ പിടിക്കും, എന്നിട്ട് സുപ്രീം കോർട്ടിൽ പോയിട്ട് കേസ് വാദിക്കും. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ശരിക്ക് അവൻ ചെയ്യുന്ന കുറ്റം അവനും അറിയാം, കണ്ടവർക്കും എല്ലാവർക്കും അറിയാം. പക്ഷെ അവന് കോടതി പോയിട്ട് കേസ് വാദിച്ചിട്ട് അവന് രക്ഷപ്പെടാനുള്ള മാർഗം ഇവിടെ നിലനിൽക്കുകയാണ്. ഇപ്പോ ഇന്നലെ 11 പേരെയാണ് രാജ്യദ്രോഹ കുറ്റം ചെയ്തതിന് പെട്ടെന്ന് പിടിച്ചിട്ട് ഇതാക്കിയത്, അറസ്റ്റ് ചെയ്തത് 11 പേരാണ്. അത് പഞ്ചാബ്, ഡൽഹി അവിടെ നിന്നൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു മാസം മുന്നേ ഈ ബീഹാറിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് ഒരു 7 ആളാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു മലയാളീനെ പിടിച്ചിട്ടുണ്ടല്ലോ കുറച്ച് ദിവസം മുന്നേ. അപ്പൊ ഇത് ഇത്തരം അതിന്റെ ഒരു ഭാഗമായിരുന്നു. ഓർമ്മയുണ്ടോ, ഒരു അജിത് ഡോവല് തിരുവനന്തപുരത്ത് വന്നൊന്ന് ഇങ്ങനെ കറങ്ങി കുറച്ച് ദിവസം, ഓർക്കുന്നുണ്ടോ? ഒരു മാസം മുന്നേ ആ വന്നു പോയതിന് ശേഷം തിരുവനന്തപുരത്ത് നിന്ന് ഒരാളെ പിടിച്ചിട്ടുണ്ട്, രാജ്യദ്രോഹം എന്തോ കുറ്റം. പക്ഷെ എന്താ ചെയ്തതെന്ന് മുഴുവൻ നമുക്കറിയില്ല. അപ്പൊ ഇന്നലെ ഒരു സ്കൂൾ ബസ്, അതായത് സ്കൂളിലേക്ക് സ്കൂൾ ബസ് ഓടിക്കുന്ന ഡ്രൈവർ ഈ 14 പിടിച്ചതിന് ശേഷമാണ് കേട്ടോ അത് നമ്മുടെ മിലിറ്ററി ക്യാമ്പിലേക്ക്, അതായത് വളരെ രഹസ്യമായിട്ട് വെക്കുന്ന സ്ഥലത്തേക്ക് ഈ സ്കൂൾ ബസ് ഇടിച്ചു കയറി ചെന്നു വേണച്ച് ചെയ്തിരിക്കുകയാണ്. അയാളിപ്പോ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ രാജ്യത്ത് ഇതിന് എന്താ കാര്യം, ന്യൂ ജനറേഷൻ പിള്ളേര്, പുതിയ തലമുറ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, അതിനുവേണ്ടി എന്ത് വൃത്തികേടും ചെയ്യാൻ തയ്യാറായിട്ട് പോവുകയാണ് ഇപ്പോ. അതാണ് ഇന്ന് സമൂഹത്തിൽ വളർന്നു വരുന്ന ഏറ്റവും വലിയ ഒരു കുറ്റകൃത്യം. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, അതിന് കളവ് കക്കാൻ വരെ ഈ ന്യൂ ജനറേഷൻ തയ്യാറാണെന്നാണ് ഇതിലെ സർവേയിലൊക്കെ പറയുന്നത്. എന്ത് കള്ളത്തരം ചെയ്യാൻ തയ്യാറാണ്. അതുപോലെ തന്നെയാണ് സ്വന്തം രാജ്യത്തിനെ ഒറ്റുകൊടുത്തിട്ട് ശത്രുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാനുള്ള സംവിധാനം. ഇത് ഏറ്റവും കൂടുതൽ കാശ്മീർ ആ ബോർഡർ ഏരിയയിലാണ് അധികം നടക്കുന്നത്. ഈ നമ്മുടെ ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മൾക്ക് ഇങ്ങനെ വലിയ മതിലൊന്നുമില്ല. അപ്പൊ ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ, അല്ലെങ്കിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ഈ അതിരുകള് ഇപ്പോഴാണ് ഈ ഒരു
കമ്പി വേലിയൊക്കെ കെട്ടി റെഡിക്ക് ആവുന്നുള്ളൂ. ഇപ്പോഴും ചില ഭാഗത്തൊക്കെ കർശനമായിട്ടുള്ള വേലിയൊന്നും ഇപ്പോഴും ആയിട്ടില്ല. അപ്പോ ഈ ഇതിൽ കൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എന്താ പറയാ പാസേജ് നടക്കുന്നത്. ഈ ബോർഡറില് കാവൽ നിൽക്കുന്ന, ഞാൻ കാവൽ നിന്ന് 2-3 ആൾക്കാരെ അനുഭവം എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതായത് പാകിസ്ഥാന്റെ അവിടെ പാകിസ്ഥാന്റെ ആളും കാവൽ നിൽക്കുന്നുണ്ടാവും, ഇന്ത്യയുടെ അവിടെ ഇന്ത്യയുടെ ആളും കാവൽ നിൽക്കുന്നുണ്ട്. രണ്ടാളും മിലിറ്ററി, ഒന്ന് പാകിസ്ഥാൻ മിലിറ്ററി ആണെങ്കിൽ ഒന്ന് ഇന്ത്യൻ മിലിറ്ററി ആണ്. അപ്പൊ ഈ ഇന്ത്യൻ മിലിറ്ററിയിലെ മിലിറ്ററിക്കാർ പറയാ അവർക്ക് പാവങ്ങളാണ്, ഒന്നുമില്ല, ഭക്ഷണം പോലും ഞങ്ങൾ അവർക്ക് കൊടുക്കുകയാണ് നമ്മുടെ മിലിറ്ററിക്കാര്. അത്രയും പാവങ്ങളത്ര ഈ പാകിസ്ഥാന്റെ മിലിറ്ററികൾ. പക്ഷെ അവരുടെ പ്രവൃത്തിയും കാര്യങ്ങളും കണ്ടാലോ, ചതിയും മുഴുവൻ അവര് ഇവിടെ വന്ന് ഈ ഇവരെ കണ്ണു വെട്ടിച്ച് ഇതിന്റെ അപ്പുറത്തുള്ള കൃഷി ഫീൽഡിലൊക്കെ ഉള്ളവരെ സോപ്പിട്ട് ഇത്തരത്തിൽ ഈ രാജ്യത്തിന്റെ രഹസ്യങ്ങള് പിടിച്ചെടുക്കാൻ വേണ്ടി അവർക്ക് പൈസ കൊടുക്കും. അപ്പൊ ഈ പൈസ കിട്ടുന്നത് കാണുമ്പോൾ അവര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫോട്ടോ എടുത്തിട്ടും അത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോ അതിനവർക്ക് നല്ല പൈസയും കിട്ടും. അപ്പൊ ഇത്തരത്തിൽ ചെയ്യുന്നവരെ പബ്ലിക് ആയിട്ട് നല്ല തരത്തിലുള്ള ശിക്ഷ പൊതുവേദികളിൽ വെച്ച് ശിക്ഷിച്ച് കാണിച്ചു കൊടുത്താലാണ് ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്യുന്നത് കുറയുകയുള്ളൂ. അതാണ് ഇവിടുത്തെ ഈ കോടതിയുടെ ഒരു പ്രശ്നം. കുറ്റം ചെയ്യുന്നവന് ആ ചെയ്യുന്ന കുറ്റത്തിന് പേടി വേണം, അതില്ല ഇവിടെ. ഇവിടെ കാശ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തും നടക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ ജനാധിപത്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നല്ലൊരു വക്കീലിനെ വെച്ചാൽ മതി. ഈ ഇപ്പൊ ആ വക്കീൽ പോയി, എന്താണ് അയാളുടെ പേര്, ഈ ക്രിമിനലുകൾക്ക് മാത്രം വാദിക്കുന്ന ഒരു വക്കീൽ തന്നെ ഉണ്ടാകുന്നു ഇവിടെ. അയാള് കുറ്റം ചെയ്തവരെ രക്ഷിച്ചു കൊടുക്കുക, ഇതാണ് മൂപ്പരുടെ പണി തന്നെ. അപ്പൊ അയാളുടെ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത് എന്താണ്, നിങ്ങൾ ഈ കുറ്റം ചെയ്തവർക്ക് മാത്രമാണല്ലോ നിങ്ങൾ കോടതി? അപ്പൊ പുള്ളി പറയാ, ഈ ഞങ്ങൾ നിയമം പഠിക്കുമ്പോ ഏത് ഭാഗത്ത് ബാധിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ കുറ്റം ചെയ്ത ആളുടെ കേസ് ബാധിക്കുമ്പോൾ അയാളുടെ കാര്യം ജയിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ പോളിസി. അല്ലെങ്കിൽ മറ്റേ ഭാഗത്തെ കേസ് എടുത്തിച്ചാൽ അയാളെ ജയിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ പോളിസി. ഞാൻ എന്റെ തൊഴിലിനോട് ആത്മാർത്ഥത കാണിക്കും. അത് കാരണം കുറ്റം ചെയ്തവൻ എന്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ അവനെ രക്ഷിക്കാനുള്ള സകല അടവുകളും നിയമവശങ്ങളും നോക്കിക്കൊണ്ട് ആ കേസ് മുന്നോട്ട് പോകും. അതാണ് ഇവിടെ അങ്ങനത്തെ വക്കീലുമാരെ കിട്ടാനുള്ളത്. കാരണം എന്തു കുറ്റവും ഇവിടെ ചെയ്യാമെന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ 4 വശത്തും ഇത്തരത്തിൽ രാജ്യദ്രോഹപരമായ കുറ്റങ്ങളോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത് എത്രയും പെട്ടെന്ന് നമ്മുടെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ അത് അറിയിക്കേണ്ട ഒരു ചുമതല കൂടി ഇവിടുത്തെ ഒരു കോമൺ മാന് ഉണ്ട് എന്ന് എല്ലാവരും ഓർക്കുന്നതും കൂടി നല്ലതാണ്. എന്തായാലും ഈ രീതിയിൽ ചാരപ്രവർത്തികൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. 11 പേരെയാണ് കഴിഞ്ഞ ദിവസം മാത്രം അറസ്റ്റിലായത്. ജയശങ്കർ സാർ പറഞ്ഞതുപോലെ അജിത് ഡോവൽ വന്നു പോയതിനു ശേഷം തിരുവനന്തപുരത്ത് നിന്നും ഒരാളെ അറസ്റ്റ് ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ നീക്കം എന്താണ് എന്നറിയാൻ വേണ്ടി ചാരപ്രവൃത്തി ചെയ്യുന്ന ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവർ പാകിസ്ഥാന് വേണ്ടിയാണോ ചാരപ്രവൃത്തി ചെയ്യുന്നത് എന്ന സംശയം ഇന്ത്യക്ക് ബലമായുണ്ട്. അത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്നുൾപ്പെടെയുള്ള കണക്ഷനുകളാണ് ഗുജറാത്തിലും പഞ്ചാബിലും ഉള്ളവർക്ക് എന്ന് തെളിഞ്ഞിട്ടുമാണ്, വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.